വടകര താലൂക്കിലെ കിഴക്കൻ മലയോര പ്രദേശത്തുകാരുടെ ആശ്രയമായ മൊകേരി ഗവൺമെന്റ് കോളേജിൽ അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 4.5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്ന റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. സമഗ്രമായ കരിക്കുലം പരിഷ്കരണം ഏറെ സന്തോഷകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകമാണ്, വിവര വിസ്ഫോടനത്തിന്റെ യുഗമാണ്. പുതിയ രൂപത്തിലുള്ള കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് നൽകാനാകണം. അതുകൊണ്ട് തന്നെ സമഗ്രമായ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തൊഴിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം ഗവേഷണ താല്പര്യങ്ങളെ ഡിഗ്രി തലം മുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലം രൂപീകരിച്ച് അതിന് അനുസൃതമായിട്ടുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാം വിജയകരമായി ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിനുള്ള സന്തോഷവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ്, നൈപുണ്യ വിടവ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾ ഉൾപ്പെടെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് വൈദഗ്ധ്യ പോഷണത്തിനും നൈപുണ്യ വികസനത്തിനും കൂടി സാധ്യമാകുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് പ്രധാനമായും കരിക്കുലം രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഊന്നൽ നൽകുന്നതായ ഒരു കാര്യം. മറുഭാഗം നാടിനു വേണ്ടുന്ന അറിവുകൾ സൃഷ്ടിക്കാൻ ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക്, ആഴത്തിൽ അറിവന്വേഷിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. ഈ 2 ഉദ്ദേശങ്ങളും വിമുഖമായിട്ടുള്ള സമീപനമാണ് പുതിയ കരിക്കുലത്തിലും 4-year UG പ്രോഗ്രാമിലും സമഗ്രമായ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം ഗവേഷണ താൽപര്യമുള്ള ഡിഗ്രി തലം മുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് കരിക്കുലം പരിഷ്കരണമെന്നും വിദ്യാഭ്യാസ മേഖല അനുദിനം മുന്നോട്ട് കുതിക്കുകയാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സവിശേഷമായ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ മന്ത്രി സ്വീകരിച്ചു.